സമീപകാലത്തൊന്നുമില്ലാത്ത തിരിച്ചടിയാണ് ഈ സീസണിൽ ബയൺ മ്യൂണിക് നേരിട്ടത്. 12 വർഷത്തിനിടെ ആദ്യമായി ബുണ്ടസ്ലീഗ കിരീടം നഷ്ടമായ ബയൺ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ റയൽ മാഡ്രിഡിനോട് തോറ്റു പുറത്തായതോടെ കോച്ച് തോമസ് ടുഷേലിന്റെ കസേര ഇളകുകയും ചെയ്തു. മാഞ്ചസ്റ്റർ സിറ്റി കോച്ച് പെപ് ഗാർഡിയോളയെ തിരിച്ചെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പെപ് സിറ്റിയിൽ തുടരുകയാണെന്ന് വ്യക്തമാക്കി. ഇതിനു പിന്നാലെ പുതിയ കോച്ചിനെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബയൺ മ്യൂണിക്. ടുഷേലിന്റെ പകരക്കാരനായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുൻ താരവും ബേൺലിയുടെ കോച്ചുമായ വിൻസെന്റ് കോമ്പനിയെ നിയമിക്കാനാണ് ബയന്റെ നീക്കമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ബയൺ കോമ്പനിയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്നും ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തു. കോമ്പനി ബയന്റെ പുതിയ കോച്ചാവുമെന്ന് സ്കൈ സ്പോർട്സ് ജർമ്മനിയും റിപ്പോർട്ട് ചെയ്യുന്നു. ബെൽജിയത്തിന്റെ മുൻ താരമായ കോമ്പനിക്ക് ബയന്റെ കോച്ചാവാൻ താൽപ്പര്യമുണ്ടെന്ന് ടോക്ക് സ്പോർട്സ് വെളിപ്പെടുത്തുന്നു. പ്രീമിയർ ലീഗ് മത്സരങ്ങൾ പൂർത്തിയായതിനാൽ കോമ്പനി ഇപ്പോൾ അവധിക്കാലം ആസ്വദിക്കുകയാണ്. ലീഗിൽ 19-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ബേൺലി 2-ാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെട്ടിരുന്നു. ബേൺലി തിരിച്ചടി നേരിട്ടെങ്കിലും കോമ്പനിയുടെ ശൈലി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.